വിശദമായ വാർത്തകളിലേക്ക്. 10-ാം തീയതി കഴിഞ്ഞിട്ടും ശമ്പളം എത്താത്തതിനെ തുടർന്ന് ആയൂരിൽ മൃഗസംരക്ഷണ വകുപ്പ് ജീവനക്കാർ പ്രതിഷേധിച്ചു. ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചാണ് ജീവനക്കാർ പ്രതിഷേധിച്ചത്. അധികാരികളുടെ വീഴ്ചയിന്മേൽ ഓൺലൈൻ ട്രാൻസ്ഫർ അട്ടിമറിക്കാൻ വകുപ്പിൽ ജീവനക്കാരുടെ സ്ഥലം മാറ്റങ്ങൾ ഓൺലൈൻ മാതൃകയിൽ സ്പാർക്ക് വഴി നടപ്പിലാക്കണമെന്ന് കോടതി വിധികളിലൂടെ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കോടതി വിധികളെ അവഗണിച്ച് കഴിഞ്ഞ മാസം സീനിയർ വെറ്ററിനറി സർജന്മാരുടെ സ്ഥലം മാറ്റ ഉത്തരവ് പുറത്തിറക്കി. സ്ഥലം മാറ്റം കേരള അഡ്മിനിസ്ട്രേഷൻ ട്രിബ്യൂണൽ സ്റ്റേ ചെയ്യുകയുമുണ്ടായി. ഉത്തരവിറങ്ങിയതോടെ സ്ഥലം മാറിയ സീനിയർ വെറ്ററിനറി സർജന്മാർക്ക് ചാർജ് കൈമാറാൻ സാധിക്കാതായതോടെയാണ് ഓഫീസുകളിലെ കീഴ് ജീവനക്കാർക്ക് കഴിഞ്ഞ മാസത്തെ ശമ്പളം ലഭിക്കാതായത്. 10-ാം തീയതി പിന്നിടുമ്പോഴും ശമ്പളം ലഭിക്കാതായതോടെ ശമ്പളത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ജീവനക്കാർക്ക് വലിയ തിരിച്ചടിയുണ്ടായതായി പ്രതിഷേധക്കാർ ആരോപിച്ചു. ഈ ജീവനക്കാർക്കൊന്നും കേരളത്തിലെ ഒരു ഭാഗംപ്പെട്ട ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്ത ഒരവസ്ഥയിലോട്ട് മുന്നോട്ട് പോയി നേരത്തെ നമ്മുടെ ഉദ്ഘാടനം പറഞ്ഞ മാതിരി നമ്മുടെ ഓണത്തിന് പോലും ശമ്പളം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഇടമുളയ്ക്കൽ, അഞ്ചൽ, ചണ്ണപ്പേട്ട, കൊട്ടിയം തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരമുണ്ടാക്കണമെന്നും ജീവനക്കാർക്ക് അടിയന്തരമായി ശമ്പളം മാറി നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആയൂർ മൃഗാശുപത്രിക്ക് മുന്നിൽ സൂചനാ സമരം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.